ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹോം മെയ്ഡ് ബിരിയാണി മസാലയുടെ റെസിപ്പി ആയിട്ടാണ്. ഇനി കടയിൽ നിന്നൊന്നും വാങ്ങാതെ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഒറിജിനൽ ബിരിയാണി മസാല തയ്യാറാക്കാം. അപ്പോൾ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ തന്നെ ഞാനിന്നിവിടെ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒരു കൈപ്പിടി നിറയെ ഏലക്ക, ഗ്രാമ്പൂ, പിന്നെ ഒരു 3 വലിയ കഷ്ണം കറുവപ്പട്ട ഇത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ സാജീരകം എടുത്തിട്ടുണ്ട്, 3 ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളക്, പിന്നെ 3 ജാതിക്ക ചെറുതായി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു കൈപ്പിടി നിറയെ ജാതിപത്രയും, 3 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയും, ഒരു 8 to 10 പീസ് തക്കോലം, പിന്നെ 2 ടേബിൾ സ്പൂൺ പോപ്പി സീഡ്സ്. പോപ്പി സീഡ്സിനെ കശകശ എന്നും പറയും. ഇത്രയും ചേർത്ത് നമുക്കിതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ബേ ലീഫ് ഉണ്ടെങ്കിൽ അതും ഈ സമയത്ത് 2-3 ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം നന്നായി ക്ലീൻ ചെയ്ത് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ചെറുതായി ഒന്ന് വറുത്തെടുത്തതാണ്. അത് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ പൊടിച്ചെടുക്കുക. സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജാതിക്കയും കറുവപ്പട്ടയൊക്കെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് വേണം ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ പൊടിഞ്ഞു കിട്ടാൻ പ്രയാസമാവും. അപ്പോൾ എല്ലാം നമുക്ക് വളരെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ്. അപ്പോൾ ഇനി ബിരിയാണി മസാലയൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഇതുപോലെ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ പൊടിച്ച് വെച്ചാൽ പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഞാനിതിലേക്ക് മല്ലിയും അതുപോലെ സാജീരകം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നല്ലൊരു ഫൈൻ പൗഡറായിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. മസാലയൊക്കെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്, നല്ല ഫൈനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1-2 ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടാനും ആ മസാലകളുടെ ഒക്കെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനും വേണ്ടി ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നോർമൽ ചില്ലി ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എരിവൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടി ഞാൻ ഏകദേശം 1.5 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബിരിയാണിക്കൊക്കെ നല്ല കളർ വേണമല്ലോ, അപ്പോൾ അതിനായിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് കറക്കിയെടുത്താൽ മതി, അധികം കൂടുതലായിട്ടൊന്നും പൊടിക്കണ്ട. അപ്പോൾ നമ്മുടെ ബിരിയാണി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഫൈനായിട്ട് തരികളൊന്നുമില്ലാതെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് മസാലയൊക്കെ ഉണ്ടാക്കി ഒരു ബോട്ടിലിൽ നനവൊന്നും കൂടാതെ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് കാലമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് വെച്ചിപ്പോൾ ഒരുപാട് തവണ ബിരിയാണിയൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഇതിൽ പല ഇൻഗ്രീഡിയൻസും നമുക്ക് എപ്പോഴും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ചില ഐറ്റംസ് മാത്രമേ നമ്മൾ പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവരും എന്തായാലും ഈ ബിരിയാണി മസാല ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോസുമായിട്ട് ഇനിയും കാണാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സ്റ്റേ ട്യൂൺ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.